ഫൈസൽ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം നടത്തിയതായ ഭൗതികം അഭൗതികം വിഷയത്തിലുള്ളതായ ഒരു പരാമർശം, നമുക്ക് ആ പരാമർശം ഒന്ന് കേൾക്കാം. ഇവിടെ KNM വിഭാഗത്തിന്, മർക്കസുദ വിഭാഗത്തിന് എല്ലാം സംഭവിച്ച അബദ്ധം, അഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം എന്നാണ് അവർ അതിന് വ്യാഖ്യാനം പറഞ്ഞത്. ഇവിടെ അഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളത് എന്ന് KNMക്കാർ മനസ്സിലാക്കിയതാണ് KNMന് സംഭവിച്ച ഭീമാബദ്ധമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം? എത്രമാത്രം ദയനീയമായ അവസ്ഥയിലേക്കാണ് ഈ ആളുകൾ എത്തിച്ചേരുന്നത് എന്ന് നമ്മെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംസാരങ്ങളൊക്കെ. ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ പഠിക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ വാദം സമർത്ഥിക്കാനും തെളിയിക്കാനും ഈ ആളുകൾക്ക് കഴിയണം. അതില്ല, അതിന് ദുർവ്യാഖ്യാനം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തിയതാണ് കോഴിച്ചെനയിലും പത്തപ്പിരിയത്തും ഒക്കെ നടന്ന സംവാദം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്, മറ്റു പല സ്ഥലങ്ങളിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ പറയാൻ കഴിയണം. അതില്ല. സലഫുകളുടെയോ സലഫി പണ്ഡിതന്മാരുടെയോ ഉദ്ധരണികൾ ഇതിന് തെളിവായി പറയാനില്ല. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൗഹീദ് പ്രബോധനം ചെയ്ത നമ്മളുടെ പണ്ഡിതന്മാരുണ്ട്. അവരെഴുതിയ പുസ്തകങ്ങൾ, അവരെഴുതിയ ലേഖനങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ ഭീമാബദ്ധം എഴുന്നള്ളിക്കുമായിരുന്നില്ല. കാരണം ഇപ്പോൾ ഉമർ മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തർജുമാനുൽ ഖുർആനിൽ രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാൻ സൂറത്തുൽ ഹിജ്റിലെ 8-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, അള്ളാഹു, മലക്കുകൾ, ശൈത്വാൻ ഇതെല്ലാം ഗൈബിയായ, അദൃശ്യമായ, അഭൗതികമായ കാര്യങ്ങളാണ്. വലിയ കോലാഹലം മുജാഹിദുകൾക്കെതിരെ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ജിന്നുകൾ ഭൗതികമാണ് എന്നാണ് പറയേണ്ടത്, അത് അഭൗതിക എന്ന് പറഞ്ഞു. അള്ളാഹു മാത്രമാണ് അഭൗതികമായിട്ടുള്ളത്, ബാക്കിയൊക്കെ ഭൗതികമാണ്, അവിടെയാണ് അബദ്ധം പറ്റിയത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉമർ മൗലവിക്കും ഇവിടെ അബദ്ധം പറ്റിയതാണെന്ന് പറയോ? അദ്ദേഹം പറയുന്ന ഇതാണ്, അള്ളാഹു, മലക്കുകൾ, ശൈത്വാൻ ഇതെല്ലാം ഗൈബിയായ, അതിന് മലയാളത്തിൽ കൊടുക്കുന്ന അർത്ഥം അദൃശ്യമായ അഭൗതികമായ എന്നാണ്. അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങളാണ്. അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങളിലാണ് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളവ. നോക്കണം, ഫൈസൽ മുസ്ലിയാർ പറയുന്നത് എന്താണ്? KNMന് സംഭവിച്ച അബദ്ധമാണ്. എന്തിനാ ഇത് പറയുന്നത്? KNMൽ നിന്ന് വിട്ട് വിസ്ഡം വിഭാഗം രൂപീകരിക്കാനുള്ള കാരണം കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ പോകാനുള്ള കാരണം എന്താണ്? ഇതിൽ നിന്ന് പോകാനുള്ള കാരണം KNM, ജിന്ന്, ഈ അഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് എന്ന് മുജാഹിദുകൾ മനസ്സിലാക്കി കളഞ്ഞു. KNMമാർ പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ പോരേണ്ടി വന്നത് എന്നാണ്. ഞങ്ങളതാ പറഞ്ഞത്, നിങ്ങൾ കേരളത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാർ ഇക്കാലം വരെ പറയാത്ത വാദങ്ങളാണ് പറയുന്നത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഉമർ മൗലവി പറയുന്നു, അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങളിലാണ് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളവ വിശ്വാസം വേണമെന്ന് പറയുന്നത്. അപ്പൊ ജിന്ന്, അതേപോലെ അള്ളാഹു, മലക്കുകൾ, ശൈത്വാൻ ഇതെല്ലാം ഗൈബിയായതാണ്, അത് അദൃശ്യമാണ്, അഭൗതികമാണ്, അത് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളതാണ്, അതിലാണ് വിശ്വാസം വേണമെന്ന് പറയുന്നത് എന്ന് മൗലവി വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നു. ഇതല്ലാതെ വേറെ ഒരു പുതിയ വാദം മുജാഹിദുകൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം ഇത് നമുക്കറിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവരോട് ചോദിച്ചത്. ഇവർ വേർതിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ജിന്ന്, കാഫിർ ജിന്ന്. എന്താണ് നിങ്ങൾക്ക് അത് വേർതിരിക്കാനുള്ള മാനദണ്ഡം? മുസ്ലിമാണോ കാഫിറാണോ, ഇനി ഹാളിറാണോ, ഹയ്യാണോ, ഖാദിറാണോ എന്നൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വേർതിരിക്കുന്നത്? അള്ളാഹു പറഞ്ഞതിനപ്പുറത്ത്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിനപ്പുറത്ത് ഇതിനെപ്പറ്റി ഗവേഷണം നടത്തി കണ്ടെത്താനുള്ള ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് നമ്മളത് അഭൗതികമാണ് എന്ന് പറഞ്ഞത്, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളതാണെന്ന് പറഞ്ഞത്. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം എന്ന് പറയുന്നത് KNM ഉണ്ടാക്കിയ ഒരു വാദമല്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അതിൻ്റെ തഫ്സീറുകളുടെയും വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലവും സ്വീകരിച്ച നിലപാടാണ്. അത് ഉമർ മൗലവി റഹിമഹുല്ല പഞ്ചേന്ദ്രിയം എന്നിപ്പോൾ അറബിയിൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ, മലയാളത്തിൽ എഴുതിയ ഖുർആൻ പരിഭാഷയിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം എഴുതുന്നു, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ളതാണ് ഈ അദൃശ്യം, അഭൗതികം എന്നതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത്, അത് അദൃശ്യമായ ജിന്നിനോട് തേടുന്നത്, അഭൗതികമായ ജിന്നിനോട് തേടുന്നത്, അത് സഹായാർത്ഥന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്.
അതിൽ ശിർക്കാവാത്ത ഒന്നില്ല. നോക്കൂ, ഈ ആളുകൾ ഇപ്പോ സംവാദങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ജമിയത്തുൽ ഉലമ ഈ ഒരു തീരുമാനം എഴുതിയപ്പോൾ അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള സഹായാർത്ഥനകൾ അത് ശിർക്കാണ് എന്ന് എഴുതിയപ്പോൾ അതിനെതിരെ ഈ പുസ്തകത്തിൽ എഴുതിയത് കാണാൻ കഴിയും. എന്താണ്? KJUവിന്റെ സർക്കുലർ ഒരു വരി മാത്രമല്ല, പൂർണ്ണമായും പ്രമാണ വിരുദ്ധമാണെന്നും മാത്രമല്ല അത് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരാണെന്നും വിശിഷ്യ സൂറ അന്നാമിര 128 ആയത്തിന് അത് വിരുദ്ധമാണെന്നും ഒറ്റ വാക്കിൽ തന്നെ ഫൈസൽ മൗലവി മറുപടി പറഞ്ഞു. കാരണം ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും ജിന്നിനോട് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ അതിൻ്റെ കഴിവിൽപ്പെട്ടതെന്നോ പെടാത്തതെന്നോ വേർതിരിക്കാതെ എന്ത് ചോദിച്ചാലും അതെല്ലാം ശിർക്ക് തന്നെ എന്നില്ല. അപ്പൊ ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ ഇവർ വേർതിരിവുണ്ടാക്കാൻ ഭൗതികമായത് ചോദിച്ചാൽ ശിർക്കാവൂല, അഭൗതികമായത് ചോദിച്ചാലേ ശിർക്കാവും. ഇത് തന്നെയാണ് മൗലവിമാരും പറഞ്ഞത്, ഇത് തന്നെ മുസ്ലിംമാരും പറഞ്ഞിരുന്ന ഒരു കാലത്ത്. പിന്നെ അവർ മാറ്റി എന്നുള്ളത് വേറൊരു വിഷയം. അപ്പോൾ ഇത് ജിന്ന് ഭൗതികമോ അഭൗതികമോ എന്ന ഒരു തർക്കം ഇവിടെ ഉണ്ടാക്കി. ഇല്ലാത്ത ഒരു തർക്കം, മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു തർക്കം ഇവിടെ ഉണ്ടാക്കി. കാരണം അത് അഭൗതികാണ് എന്ന് ഉമർ മൗലവി രേഖപ്പെടുത്തിയെന്ന് നമ്മൾ കണ്ടു. എന്നിട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന വിഷയങ്ങൾ അത് ഭൗതികാണോ ചോദിച്ചത് എന്നാ ശിർക്കാവൂല, അഭൗതികാണോ ചോദിച്ചത് എന്നാ ശിർക്കാവും എന്ന് പറയുന്ന അവിടെയും അഭൗതികം ഭൗതികം പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും എന്നിട്ട് ഈ പിഴച്ച വാദം സ്ഥാപിക്കാനുമാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഫൈസൽ മുസ്ലിയാരുടെ ഈ പ്രസംഗങ്ങൾ, അതേപോലെ തന്നെ കോഴിച്ചന സംവാദം, പത്തപ്പിരിയൻ സംവാദം, ഇത് ഒരു പ്രാവശ്യം മനസ്സിരുത്തി സത്യം മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തോടെ ഒരാൾ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ, നമ്മളത് കേൾക്കണം നമ്മൾ പറയുന്നില്ല, മുജാഹിദ് പണ്ഡിതന്മാരുടെയോ മുജാഹിദ് പ്രബോധകരുടെയോ പ്രസംഗം കേൾക്കണം എന്ന് പറയുന്നില്ല. ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ, ആ ദീനിൽ അടിയുറച്ച് നിൽക്കണമെന്ന ആഗ്രഹത്തോടെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരാൾ കേട്ടാൽ എത്രമാത്രം പിഴച്ച വാദത്തിലാണ് ഇവരുള്ളത് എന്ന് ബോധ്യപ്പെടും എന്നതാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. താങ്കളുടെ വിശദീകരണം തീർച്ചയായും സ്പഷ്ടമാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്.